വഖഫ് കയ്യേറിയ ക്ഷേത്രഭൂമി തിരിച്ചുപിടിക്കാനൊരുങ്ങി ഹൈന്ദവ വിശ്വാസികൾ. മലപ്പുറം കണ്ണമംഗലം തോട്ടശ്ശേരി അറക്കൽ തമ്പുരാട്ടി ക്ഷേത്രഭൂമി കയ്യേറിയതിലാണ് പ്രതിഷേധം. ഭക്തർ നാമജപ പ്രതിഷേധം നടത്തി. സനാതനധർമ്മം എല്ലാ കാലത്തും നിലനിൽക്കണമെന്നും കയ്യേറിയ ഭൂമി തിരിച്ചുപിടിക്കാൻ പോരാട്ടം തുടരുമെന്നും പ്രതിഷേധ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ പി ശശികല ടീച്ചർ പറഞ്ഞു. വഖഫ് കയ്യേറിയ ക്ഷേത്രഭൂമിയാണ് കണ്ണമംഗലം തോട്ടശ്ശേരി അറക്കൽ തമ്പുരാട്ടി ക്ഷേത്രം. 2.47 ഏക്കർ ഭൂമിയാണ് മസ്ജിദുൽ നൂരിയ പള്ളി കമ്മിറ്റിയും മദ്രസ കമ്മിറ്റിയുമടക്കം കയ്യേറിയത്. 1991 മുതൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ നിയമ പോരാട്ടത്തിലാണ്. ഇതിന്റെ ഭാഗമായി നാമജപ പ്രതിഷേധം നടത്തി. ഇത് ക്ഷേത്രഭൂമിയായിട്ട് എവിടുന്നും വിധി വരുള്ളൂ, അത് ഉറപ്പാണ്. അപ്പോൾ അത്ര വരെ പോകുമ്പോഴേക്കും ഒരു ടെൻഷൻ ഉണ്ടാക്കി ഒരു അകൽച്ച ഉണ്ടാക്കാതെ, കാരണം അയൽവക്കക്കാരാണ്, തമ്മിൽ അറിയുന്നവരാണ്, ഒരു മേശയ്ക്ക് ഇരുപുറം ഇരുന്നുകൊണ്ട് ഈ വിഷയം പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടത്. ക്ഷേത്രഭൂമി ഒരാൾക്കും, ഇനിയിപ്പോൾ ഭക്തൻ വിചാരിച്ചാൽ പോലും അത് അന്യാധീനപ്പെടുത്താൻ കഴിയില്ല. അപ്പം നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നു ഞങ്ങൾ ഇത് ഒരാൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞാൽ പോലും കൊടുക്കാൻ കഴിയില്ല. ക്ഷേത്രഭൂമി എന്നുള്ളതാണ് കണക്ക്. നീക്കഭൂമി, അതുകൊണ്ട് ആ നീക്കഭൂമി ക്ഷേത്രത്തിന് കിട്ടണം. ഇവിടെ മുമ്പ് നിലനിന്നിരുന്ന ആ ക്ഷേത്രം അത് വീണ്ടും അതേ ഒരു രൂപത്തിലേക്ക്, അതിൻ്റെ കാരണം ഇത്രയും ഭൂമിയൊക്കെ ഉണ്ടെങ്കിൽ അത്രയും വലിയൊരു ക്ഷേത്രമായിരുന്നിരിക്കുന്നത്, അതിൻ്റെ ആ പഴയ വൈഭവത്തിലേക്ക് ഈ ക്ഷേത്രത്തെ ഉയർത്താൻ ഇവിടുത്തെ ഭക്തർ ആഗ്രഹിക്കുന്നു. ക്ഷേത്രത്തിന്റെ അധീനതയിൽ വരുന്നതും കേസ് നിലനിൽക്കുന്നതുമായ ക്ഷേത്രക്കുളത്തിൽ കഴിഞ്ഞ ദിവസം സാമൂഹ്യ വിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളിയിരുന്നു. നിലവിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് 5 സെന്റ് ഭൂമിയിലാണ്. അതും വില കൊടുത്ത് വാങ്ങേണ്ടി വന്നു. വില്ലേജ് ഓഫീസിലും ആർക്കിയോളജിക്കൽ സർവേ രേഖയിലുമെല്ലാം ക്ഷേത്രത്തിന്റെ ഭൂമിയാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. കോഴിക്കോട്ടെ വഖഫ് കോടതി കേസിൽ പള്ളി കമ്മിറ്റിക്ക് അനുകൂലമായി വിധിച്ചെങ്കിലും ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഈ ഭൂമി തിരിച്ചുപിടിക്കാൻ കൂടുതൽ നിയമപോരാട്ടം നടത്താൻ ഒരുങ്ങുകയാണ് വിശ്വാസികൾ. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.